ഒരു ഡയറിയാണ്. അതിൽ യാത്രിക മൻ സംഘർഷസെ ഭരാത, യാത്രക്കാരൻ്റെ മനസ്സ് സംഘർഷത്താൽ നിറഞ്ഞതായിരുന്നു. വ അപ്പന സംഘർഷ ഡയറി മേ ലിഖ് രഹാ ഹെ, തൻ്റെ സംഘർഷം, മനോവേദന, അതായത് മനസ്സിൻ്റെ സംഘർഷം അദ്ദേഹം ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറി എന്താണെന്ന് നോക്കാം. ഡയറിയിൽ ആദ്യം എഴുതുമ്പോൾ നിങ്ങൾ ഏത് ഡേ ആണ്, പിന്നെ ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റോ നിങ്ങൾക്ക് കൊടുത്തിട്ട് എഴുതണം കേട്ടോ. ആജ് അസ്ലം നെഹി ആയ, അപ്പം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ന് അസ്ലം വന്നില്ല. നയെ റിക്ഷേ വാലെ സെ ഉസ്കി മൃത്യു കി ഖബർ പാക്കർ മേരി ഖലേജ ടൂട്ട് ഗയ, പുതിയ റിക്ഷക്കാരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാർത്ത കേട്ടപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. കൽ റിക്ഷ ചലാത്തെ സമയ വ ബഹുത് ധക്ക ഹുവാ, അതായത് കഴിഞ്ഞ ദിവസം റിക്ഷ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. പർ മേരെ മൻമേ ഹംദർദി കി ഭാവന ഓടി, അപ്പോൾ എൻ്റെ മനസ്സിലെന്താ വന്നത്, ഒരു സഹാനുഭൂതി വന്നു. എങ്കിലും ജൽദി സോച്ച യഹൂസ്ക നാടക ഹോക, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ സഹാനുഭൂതി വന്നത് മാറ്റിവെച്ചു അദ്ദേഹം മനസ്സിൽ നിന്ന്. മേ റിക്ഷേ പർ ബൈഠ് രഹ, ഞാൻ അങ്ങനെ റിക്ഷയിൽ തന്നെ ഇരുന്നു. ആ മേരാ മൻ പശ്ചാത്താപ് സെ വിവശ്, ഇപ്പോൾ എൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുജൽ അസ്ലം കി ബീമാരി കാ പത ഹോത്താ തോ നിശ്ചയ ഹി ഉസ്കി സഹായത കർത്ത, എനിക്ക് അസ്ലമിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു. പശ്ചാത്താപ് സെ ഉത്പന്ന അനുതാപിനെ മേരെ മൻ കോ വിഹ്വൽ കർ ദിയ, പശ്ചാത്താപത്തിൽ നിന്ന് ഉത്ഭവിച്ച അനുതാപം കൊണ്ട് എൻ്റെ മനസ്സ് ആകെ വിഹ്വലമായിരിക്കുക, മീൻസ് നിരാശപ്പെട്ടിരിക്കുകയാണ്. മേ അപരാധിക്ക് തരസിർ ചുക്കാക്കർ ആകെ ബെട, ഞാനൊരു അപരാധിയെപ്പോലെ തലകുനിച്ച് മുന്നോട്ട് പോയി. അദ്ദേഹം എഴുതിയ ഒരു ഡയറിയാണ് കേട്ടോ. ഇനി അടുത്തത് കോൺവെർസേഷനാണ് ഉള്ളത്. കോൺവെർസേഷനിലെ അസ്ലം കി മൃത്യു കി ഖബർ സുൻക യാത്രി ചൗങ്ക് പടാം, അസ്ലാമിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴേക്കും യാത്രക്കാരൻ ഞെട്ടിപ്പോയി. വ നിരാശ ഹോക്കർ ഘർ പൗഞ്ച, അത് നിരാശയായിട്ട് വീട്ടിലേക്ക് മടങ്ങി. തബ് യാത്രി അവർ പത്നിക്ക് ഭീഷക വാർത്തലാപ് തയ്യാർ കരെ, അപ്പോൾ യാത്രക്കാരനും ഭാര്യയും തമ്മിലുണ്ടായ കോൺവെർസേഷൻ എന്താണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യാത്രി അരെ എ ഗ്ലാസ് പാനി ദോ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ. പത്നി വൈഫ് പറയാം. അപ്പോൾ ക്യാ ഹുവാ ഹേ ജി ബഹുത് പരേഷാൻ ദിഖ് രഹേ ഹെ, വളരെ അസ്വസ്ഥനാണല്ലോ നിങ്ങൾ. അങ്ങനെ വെള്ളം കൊടുക്കാം. പാനി ദേത്തി ഹേ. യാത്രി മേ സബ് കുച്ച് ബത്താവുക, ഞാനെല്ലാം പറയാം. പത്നി ആ ബത്താവോ ക്യാ ബാത്ത്, എന്ത് പറ്റി, എന്താ കാര്യമെന്ന് ചോദിക്കുക. യാത്രക്കാരൻ തുമേ യാദ് ഹേ റിക്ഷാവാല അസ്ലാം, നിനക്ക് ഓർമ്മയുണ്ടോ റിക്ഷാവാല അസ്ലാമിനെ കുറിച്ച് ഓർമ്മയുണ്ടോ. പത്നി ഹാ ഉസെ ക്യാ ഹുവ, എനിക്ക് ഓർമ്മയുണ്ട്, എന്താ പറ്റിയത്. യാത്രക്കാരൻ കൽ ഉസ്കി മൃത്യു ഹുയി, കഴിഞ്ഞ ദിവസം അയാൾ മരിച്ചു. പത്നി മേ വിശ്വാസ് നഹി കർ സക്തി കൽ ബി ആയാദാന, എനിക്ക് വിശ്വാസം വരുന്നില്ല, ഇന്നലെയും അദ്ദേഹം വന്നതായിരുന്നല്ലോ. യാത്രക്കാരൻ ഹാ കൽ മുझे ചോड़कर ലൗട്ടെ സമയം ഉസ്കി മൃത്യു, എന്നെ കൊണ്ട് ഓഫീസിൽ വിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. പത്നി പേച്ചാര കോയ് ബീമാരി ഹേന, എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ. യാത്രി ഉസ്കി ദോനോ ഖുർദേമേ ഖരാബി ദി, എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആയിരുന്നു. ഗാഡി ചലാത്തെ വക്ത് കുച്ച് പരേഷാനിയും ദിക്കാതി, വണ്ടി വലിക്കുന്ന സമയത്ത് കുറച്ച് വിഷമതകളൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. പത്നി തോ അപ്നെ ക്യാ കിയാ, താങ്കൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുക. യാത്രി മേനെ സോച്ച ഉസ്ക നാടക, ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ നാടകമായിരിക്കും അതെന്ന്. ഇസ്ലിയെ ഖാഡി പർ ഹി ബൈഠ രഹ, അതുകൊണ്ട് ഞാൻ വണ്ടി തന്നെ ഇരുന്നു. അബ് മുझे ലഗാ കി മേ ഹി ഉസ്കി മൃത്യു കാ കാരണം, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ കാരണം, ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. പത്നി ഐസ മത് സോച്ചോ, അങ്ങനെയൊന്നും ആലോചിക്കരുത്. ഈശ്വരനെ ഉസെ ഇത്തനി ഹി ജിന്ദഗി ദി ഹോഗി, ഇത്രയേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈശ്വരൻ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. യാത്രി ഉസ് സമയം മുझे ഘാടി സെ ഉത്തർന്ന, ആ സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. പത്നി ചിന്ത മത് കരോ, വിഷമിക്കാതെ. കൽ ഹം അസ്ലം കെ ഘർ ജാകർ ഉസ്കി പത്നി ഓർ ബच्चे से मिले, നമുക്ക് നാളെ അസ്ലമിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടികളെയും കാണണം. യാത്രി ജരൂർ ജാനാ ഹേ നഹി തോ മുझे ശാന്തി ന മിലേഗി, തീർച്ചയായും പോകണം, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ കഴിഞ്ഞു, ഡയറി ഉണ്ട്, പിന്നെ 4 ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, 8 വൺ വേർഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ.